ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കാം. ഒഡീഷക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ദഹി ബൈങ്കൻ എന്ന് പറഞ്ഞ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സംഭവം നമ്മൾ മോര് കാച്ചിയത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കട്ടി തൈര് 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വലിയ വഴുതനങ്ങ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ 2 സൈഡും നന്നായി മുരിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്ക് വറവിടാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ തന്നെ നല്ല ജീരകവും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 10 ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഉള്ളിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതിയിട്ടാണ് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്